ഓക്കെ അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതില് നമ്മൾ ആദ്യം തന്നെ നോക്കുക, ആൽക്കീന്റെ സ്റ്റീരിയോകെമിസ്ട്രി നോക്കുക. സോ ദിസ് വിൽ ബി സെഡ്, ദിസ് വിൽ ബി സെഡ്, ദിസ് വിൽ ബി സെഡ്. അപ്പൊ ഇത് ഓപ്പോസിറ്റ് ആണ്. ദിസ് ഈസ് ഓപ്പോസിറ്റ്, ഓപ്പോസിറ്റ് അല്ലേ? ഓപ്പോസിറ്റ്. എന്താ കണ്ടീഷൻ? തെർമൽ. അപ്പൊ തെർമൽ എന്ന് പറയുമ്പോൾ സൈ3, സൈ3 എന്ന് പറഞ്ഞ ഓഡ്, ഓഡ് എന്ന് പറഞ്ഞ ഡിസ്. അപ്പൊ ഡിസ് എന്ന് പറയുമ്പോൾ സിസ്. സോ നമ്മുടെ ആൽക്കീൻ എന്തായിരിക്കണം? പ്രൊഡക്റ്റ് എന്തായിരിക്കണം? സിസ് ആയിരിക്കണം. ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ. ഓക്കെ അല്ലേ? നോക്കട്ടോ, നിങ്ങൾ വെരിഫൈ ചെയ്യേ. ഓക്കെ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the following sequence of pericyclic reaction, X and Y are. X and Y are. കാണുന്നുണ്ടോ ക്വസ്റ്റ്യൻ? ഓക്കെ, അപ്പോ അവര് എക്സിന്ന് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എക്സിന്ന് സ്റ്റാർട്ട് ചെയ്തു. അല്ല, സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കൊരു എക്സ് കിട്ടി. എക്സ്, അപ്പൊ നമുക്ക് ആദ്യം എക്സ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്, ദെൻ വൈ എന്ന് പറയുന്നത് കണ്ടീഷൻ ആണ് അല്ലേ? എക്സ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റും വൈ എന്ന് പറയുന്ന കണ്ടീഷനും ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ദിസ് വിൽ ബി സെഡ്, സോ ദിസ് വിൽ ബി ഇ, ദിസ് വിൽ ബി ഇ, ദിസ് വിൽ ബി സെഡ്, ദിസ് വിൽ ബി സെഡ് അല്ലേ? നോക്കിയേ അല്ലേ? രണ്ട് ഹൈഡ്രജൻ ഓപ്പോസിറ്റ് അല്ലേ കിടക്കണേ ടെർമിനലില്? ശരിയല്ലേ? ദാറ്റ് മീൻസ് നമ്മൾ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ? ഓപ്പോസിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പൊ നമ്മൾ സെലക്ഷൻ റൂൾ ഏതാണ്? ഓപ്പോസിറ്റ് ഡിസ്റൊട്ടേറ്ററി സിസ്, ഓപ്പോസിറ്റ് കോൺറൊട്ടേറ്ററി ട്രാൻസ്, സെയിം ഡിസ്റൊട്ടേറ്ററി ട്രാൻസ്, സെയിം കോൺറൊട്ടേറ്ററി സിസ്. അപ്പൊ നമുക്ക് ഓപ്പോസിറ്റ് ആയി. അപ്പൊ നമ്മുടെ സെലക്ഷൻ റൂൾ ഇനി കണ്ടീഷൻ ആണ്, ലൈറ്റ് ആണ്, എച്ച് ന്യൂ ആണ് കണ്ടീഷൻ. അപ്പൊ എച്ച് ന്യൂ കണ്ടീഷൻ വരുമ്പോ സൈ4 ആണ്. സൈ4 E1 ആണ്. E1 കോൺറൊട്ടേറ്ററി ആണ്. കോൺറൊട്ടേറ്ററി വരുമ്പോ ട്രാൻസ് ആണ് അല്ലേ? അപ്പൊ എക്സ് എന്ന് പറയുന്നത് ട്രാൻസ് അല്ലേ വരാ? ശരിയല്ലേ? ഇതല്ലേ സെലക്ഷൻ റൂൾ വരാ? ഓപ്പോസിറ്റ് കോൺറൊട്ടേറ്ററി ട്രാൻസ്, കണ്ടീഷൻ ലൈറ്റ് അല്ലേ? ക്ലിയർ? നോക്കിയേ, സ്റ്റാർട്ടിംഗ് മെറ്റീരിയല് സ്റ്റീരിയോകെമിസ്ട്രി കിടക്കുന്നത് ഓപ്പോസിറ്റ് ആണ്, ഇ ആണ്. അപ്പോ ദെൻ എക്സ് കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്, ലൈറ്റ്. ലൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ എംഒ പിക്ചർ അനുസരിച്ചിട്ട് സൈ1 2 ഇലക്ട്രോൺ, സൈ2 2 ഇലക്ട്രോൺ, സൈ3 ഉണ്ടായിരുന്ന 2 ഇലക്ട്രോൺ പറഞ്ഞ എക്സൈറ്റ് ചെയ്ത് സൈ4 പോകും. അപ്പൊ ഹോമോ എന്ന് പറയുന്നത് സൈ4 ആണ്. സൈ4 E1 ആണ്. E1 എന്താണ്? കോൺറൊട്ടേറ്ററി ആണ്. ഓപ്പോസിറ്റും കോൺറൊട്ടേറ്ററിയും കൂടി വന്ന ട്രാൻസ് ഓറിയന്റേഷൻ എടുക്കണം. അപ്പോ ട്രാൻസ് ആണ് എക്സ് വരാം. ക്ലിയർ ആണോ? അപ്പൊ ഒന്നെങ്കിൽ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ സി, ഒന്നെങ്കിൽ ഓപ്ഷൻ എ അല്ലെങ്കിൽ ഓപ്ഷൻ സി. ഇനി നമുക്ക് ബാക്കി നോക്കണം.
അപ്പൊ നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ വീണ്ടും സൈക്ലൈസേഷൻ ആണ്. അപ്പൊ വീണ്ടും സൈക്ലൈസേഷൻ വരുന്ന സമയത്ത് ദെൻ y ആണ് നമുക്ക് വേണ്ടത്, y വേണം. അപ്പൊ y കിട്ടാനായിട്ട് ട്രാൻസിന്ന് സ്റ്റാർട്ട് ചെയ്തു അല്ലെ? ട്രാൻസ് അല്ല, ഇവിടെ ഇവിടെ സൈക്ലൈസേഷൻ വരുന്നത്. അപ്പോ നമുക്കിപ്പോ ഞാൻ എയിലെടുത്ത് ചെയ്യാണ്. സോ ഇത് സെഡ് ആണ്, ഇത് സെഡ് ആണ്. അപ്പൊ രണ്ട് സെഡ് സെഡ് എല്ലാം സെഡ് ആണ്. സോ അഗെയിൻ ഓപ്പോസിറ്റ് എന്നാണ് വരുന്നത്. അഗെയിൻ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സിസ് ആണ്, രണ്ട് ഹൈഡ്രജന്റെ സ്റ്റീരിയോ കെമിസ്ട്രി. അപ്പൊ എന്ത് വരണം? ഡിസ്റൊട്ടേറ്ററി വരണം. അപ്പൊ ഡിസ്റൊട്ടേറ്ററി എന്ന് പറയുമ്പോൾ ഓടായിരിക്കണം. ഓടായിരിക്കുമ്പോൾ സൈ3 വരണം. അപ്പൊ സൈ3 വരുമ്പോ കണ്ടീഷൻ എന്തായിരിക്കണം? തെർമൽ ആയിരിക്കണം. അപ്പൊ ഏതായിരിക്കും വരാ? ഓപ്ഷൻ സി അല്ലേ? ഈ രണ്ട് സെലക്ഷൻ റൂളുകളാണ് വരുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും വരച്ച് ചെയ്യേണ്ട കാര്യമില്ല പെരിസൈക്കിൾക്ക്. നമുക്ക് ആ സെലക്ഷൻ റൂൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമല്ലോ. അത് നോക്കിയേ, എയും സിയിലും എക്സ് സെയിം ആയതുകൊണ്ടാട്ടോ ഞാൻ എയിൽ ചെയ്തേട്ടാ. ഓക്കെ ആണോ? നോക്ക്, Psi 5 അങ്ങനെ ഒരു സംഭവം വരില്ലല്ലോ. Psi 5 ഒരിക്കലും പങ്കെടുക്കില്ല. ഒന്നെങ്കിൽ Psi 3 അല്ലെങ്കിൽ Psi 4. സൈക്ലൈസേഷനിൽ തെർമൽ കണ്ടീഷൻ ആണെങ്കിൽ Psi 3, ഫോട്ടോകെമിക്കൽ ആണെങ്കിൽ Psi 4. ഇത്രല്ലേ പങ്കെടുക്കുള്ളൂ സൈക്ലൈസേഷനിൽ. Psi 5 എങ്ങനെ പോവാ? ഇത് മറ്റേതല്ലല്ലോ, എന്താ പറയാ? ഓക്കെ ഓക്കെ ഓക്കെ, സോറി സോറി സോറി, ശരിയാ, മറ്റേ 8 ആണല്ലോ അല്ലേ? ഓക്കെ ഓക്കെ, സോറി സോറി സോറി, ശരി ശരി ശരി, താങ്ക് യു താങ്ക് യു താങ്ക് യു. യെസ് യെസ്, ഫോറൻ സിസ്റ്റം ആണല്ലോ അല്ലേ ആദ്യത്തെ? 2 4 6 8. യെസ് യെസ്, ഞാനത് ആലോചിച്ചില്ല. ഞാൻ പെട്ടെന്ന് ഫോറൻ +2 പോയി. നോക്കട്ടെ കേട്ടാ. അല്ല, അപ്പോഴും ഓപ്പോസിറ്റ് ഇല്ലല്ലോ, ശരിയാവില്ലേ? അവിടെ പ്രശ്നം വരുന്നില്ലല്ലോ, കാരണം ഓപ്പോസിറ്റ് സെലക്ഷനോട് എടുത്ത് ചെയ്താൽ പോരെ. അല്ലല്ല, 2 4 6 8, ശരിയാ, താങ്ക് യു. ഇവിടെ മാറും. ഇത് ഫോറൻ സിസ്റ്റം ആണ്, സിസ്റ്റം മാറിപ്പോയി. ടോട്ടൽ 8 ഇലക്ട്രോൺസ് അല്ലേ ഇവിടെ ഉള്ളത്. അപ്പോ ഫോറൻ സിസ്റ്റം ആണ്. അപ്പൊ ഫോറൻ സിസ്റ്റം സൈക്ലൈസ് ചെയ്യാണ്. അപ്പോ ഫോട്ടോകെമിക്കൽ കണ്ടീഷൻ Psi 5 ആണ്, ശരിയാ. അപ്പൊ Psi 5 എന്ന് പറയുമ്പോൾ ഓടാണ്. ഓട് എന്ന് പറയുമ്പോൾ ഡിസ്റൊട്ടേറ്ററി ആണ് അല്ലേ? അപ്പൊ ഡിസ്റൊട്ടേറ്ററി ആകുമ്പോൾ നമുക്ക് അവിടെ എന്ത് വരണം? സിസ് വരണം. ശരിയാ ശരിയാ, യെസ്, താങ്ക് യു. അപ്പോ സിസ് വരണം. അപ്പൊ എക്സ് സിസ് ആയിരിക്കും. നമുക്ക് ഓപ്ഷൻ എ കട്ട് ചെയ്യാം. ഓപ്ഷൻ എ കട്ട് ചെയ്യാം. ഓപ്ഷൻ സി കട്ട് ചെയ്യാം. ശരിയാണ്, കാരണം ഫോറൻ സിസ്റ്റം ആണല്ലോ. ഫോറൻ സിസ്റ്റത്തിന് ലൈറ്റ് വരുമ്പോൾ Psi 5 ആണ്. യെസ്. അടുത്തത് നെക്സ്റ്റ് വൺ ഓപ്പോസിറ്റ് തന്നെയല്ലേ കിടക്കണേ? ഓപ്പോസിറ്റ് ആണ്. എക്സിന്ന് ഓപ്പോസിറ്റ് ആണ്, ഓപ്പോസിറ്റ്, ദെൻ സിസ് ആണ്. ഇവിടെ പ്രശ്നമില്ലല്ലോ. ഓക്കെ,
അപ്പോ ഓപ്പോസിറ്റ് സിസ്, അപ്പോ അഗെയിൻ ഡിസ്റൊട്ടേറ്ററി ആണ് അല്ലേ, ഡിസ്റൊട്ടേറ്ററി. അപ്പൊ ഡിസ്റൊട്ടേറ്ററി എന്ന് പറയുമ്പോൾ 4n+2 ആണ് വരുന്നത് സിസ്റ്റം. സോ psi3 ഓഡ് തെർമല്. അപ്പോ ഓപ്ഷൻ അങ്ങനെ സംഭവമില്ല. തെർമല് ഡിസ് വരണം. ദാറ്റ് ഈസ് ദ ആൻസർ. ഇത് എനിക്ക് ഈ ക്വസ്റ്റ്യൻ തെറ്റായിരുന്ന ഒരു ഡൗട്ട് ഉണ്ട് കീയില്. തെർമൽ ഡിസ് വരണം കേട്ടോ, അല്ലേ? അതല്ലേ വരുള്ളൂ. നോക്കിയേ, ഓപ്പോസിറ്റ് കിടക്കുന്നു, സിസ് ജംഗ്ഷൻ ആണ് കിടക്കുന്നത്, അപ്പൊ ഡിസ്റൊട്ടേറ്ററി വരണം. അപ്പൊ ഡിസ്റൊട്ടേറ്ററി വരണമെങ്കിൽ psi3 ആവണം. psi3 ആവണമെങ്കിൽ തെർമൽ കണ്ടീഷൻ വരണം. അപ്പൊ ഒരു കാര്യം ചെയ്താൽ മതി, ഇതിട്ട് തെർമൽ ഡിസ് കേട്ടോ. ചേഞ്ച് ചെയ്യണ്ടേ? തെർമൽ ഡിസ് കേട്ടോ, അല്ലേ? നോക്കിയേ, ചെക്ക് ചെയ്തേ. കാരണം ഇത് 4n സിസ്റ്റവും എക്സ് 4n+2 ആണ്, 6 ഇലക്ട്രോൺ സിസ്റ്റം ആണ്. 6 ഇലക്ട്രോൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ 4n+2. ഓക്കെ, ഓക്കെ ആണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവിടെ ഞാൻ തിരുത്തിണ്ട് കേട്ടോ. തെർമൽ, അയ്യോ എന്ത് പറ്റി, തിരിച്ചൊക്കെ പോയാ, കോണല്ല ഡിസ് കേട്ടോ, എന്നാലേ ശരിയാവുള്ളൂ, അല്ലേ? നോക്ക്, ഓക്കെ ആണോ? നോക്കി, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ മതി ക്വസ്റ്റ്യൻസുകൾ. ഒരേ ടൈപ്പ് അല്ലേ നോക്കി നിങ്ങൾ ഇലക്ട്രോസൈക്ലിക്കിന്റെ. എന്ത് പറ്റി, സ്റ്റക്കായ? ഓ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The most appropriate mode of cyclization of the following transformation is. The most appropriate mode of cyclization. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇതിൽ അവർ പറയണത് കോൺറൊട്ടേറ്ററി ഇൻ ഫോട്ടോകെമിക്കൽ ആൻഡ് ഡിസ്റൊട്ടേറ്ററി ഇൻ തെർമൽ, കോൺറൊട്ടേറ്ററി ഇൻ തെർമൽ ആൻഡ് ഡിസ്റൊട്ടേറ്ററി ഇൻ ഫോട്ടോകെമിക്കൽ, കോൺറൊട്ടേറ്ററി ഇൻ തെർമൽ ആൻഡ് കോൺറൊട്ടേറ്ററി ഇൻ ഫോട്ടോകെമിക്കൽ, ഡിസ്റൊട്ടേറ്ററി ഇൻ ഫോട്ടോകെമിക്കൽ ആൻഡ് ഡിസ്റൊട്ടേറ്ററി ഇൻ തെർമൽ. ഓക്കെ, എന്തെങ്കിലും ആവട്ടെ, നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ അവർ പറഞ്ഞിരിക്കുന്നത് സിസ്റ്റം നോക്കുക. എന്താ സംഭവിച്ചിരിക്കണേ, ഇതൊരു ഇലക്ട്രോസൈക്ലിക് റിയാക്ഷൻ ആണെന്ന് മനസ്സിലായല്ലോ അല്ലെ? ഇതേ ക്വസ്റ്റ്യൻ തന്നെയല്ല എല്ലാത്തിലും ചോദിച്ചിരിക്കുന്നത് പല രീതിയിൽ. അപ്പോ നമ്മുടെ ആൽക്കീൻസ് എല്ലാം സെഡ് 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 ആണ്. ദാറ്റ് മീൻസ് ഓപ്പോസിറ്റ് ആണ്. ദെൻ ഇവരിവിടെ കൊടുത്തിരിക്കുന്നത് സിസ് ആണ്. അങ്ങനെ സിസ് വരണമെങ്കിൽ ഡിസ്റൊട്ടേറ്ററി വരണം, വേണ്ടേ? ഇത് ഓക്കെ അല്ലേ? ഓപ്പോസിറ്റ് ഡിസ്റൊട്ടേറ്ററി സിസ്, ഓപ്പോസിറ്റ് കോൺറൊട്ടേറ്ററി ട്രാൻസ്, സെയിം ഡിസ്റൊട്ടേറ്ററി ട്രാൻസ്, സെയിം കോൺറൊട്ടേറ്ററി സിസ്. ഇതാണ് നമ്മുടെ സെലക്ഷൻ റൂൾ. ഇത്രയും മനസ്സിലായോ? നമ്മൾ ഡിസ്റൊട്ടേറ്ററി എങ്ങനെ കണ്ടുപിടിച്ചെന്ന് മനസ്സിലായോ? നമ്മൾ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ നോക്കി എല്ലാ ആൽക്കീന്റെ സ്റ്റീരിയോ കെമിസ്ട്രി സെഡ് ആണ്. സൈക്കിൾ. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് എനിക്ക് തോന്നുന്നത് രണ്ട് സിസ്റ്റവും നമ്മൾ എടുക്കേണ്ടി വരും. 4n സിസ്റ്റവും എടുക്കേണ്ടി വരും, 4n+2 സിസ്റ്റം എടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് രണ്ട് കണ്ടീഷൻസ് അവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോ ആക്ച്വലി 4n വേഴ്സസ് 4n+2 വരുന്ന സമയത്ത് 4n+2 സ്പേഷ്യലി ക്ലോസർ ആയതുകൊണ്ടാണ് 4n+2 അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് സ്പേഷ്യലി ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ, രണ്ടും കൂടി കോമ്പറ്റീഷൻ വന്ന അടുത്തുള്ള ഓർബിറ്റൽസ് അല്ലേ പെട്ടെന്ന് സൈക്ലൈസ് ചെയ്യുക, അല്ലെ? ക്ലോസ് ആയി കിടക്കുന്ന ഓർബിറ്റൽസ് ആണ് പെട്ടെന്ന് സൈക്ലൈസ് ചെയ്യാം. അപ്പോ എല്ലാം സെഡ് 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 ആണ്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ ഡിസ് വരണം. അപ്പൊ അങ്ങനെ ഡിസ് വരണമെങ്കിൽ എന്ത് വേണം? ഡിസ് വരണമെങ്കിൽ നമ്മുടെ psi n എന്ന് പറയുന്നത് ഓഡ് ആയിരിക്കണം.
അപ്പൊ അങ്ങനെ വരുമ്പോൾ 4n സിസ്റ്റത്തിന്റെ കേസിൽ 4n+2 സിസ്റ്റത്തിന്റെ കേസിൽ ഈ ഓഡ് വരണത് ഏത് കണ്ടീഷനിലാണ്? 4n സിസ്റ്റം വരുമ്പോൾ ഫോട്ടോകെമിക്കൽ കണ്ടീഷനിലാണ് എന്ത് സംഭവിക്കുന്നത്? Psi 3 പോണേ. 4n+2 സിസ്റ്റത്തിൽ തെർമൽ കണ്ടീഷനിലാണ് Psi 3 പോണേ. ശരിയല്ലേ? നോക്ക് അല്ലേ? ഓർബിറ്റൽസ് ഫസ്റ്റ് നമ്മൾ ഓർബിറ്റൽസ് അല്ലേ പഠിക്കുക. ഞാൻ വരയ്ക്കൊന്നും വേണ്ടല്ലോ. Psi 1, Psi 2, Psi 3, Psi 4, Psi 1, Psi 2, Psi 3, Psi 4. അപ്പോ ഇതാണ് 4n സിസ്റ്റം. അപ്പൊ ഇതിൽ തെർമൽ കണ്ടീഷനിൽ വരുന്ന സമയത്ത് 1, 2, 1, 2, 3, 4. ഫോട്ടോകെമിക്കൽ കണ്ടീഷനിൽ വരുമ്പോൾ എന്താ സംഭവിക്കുക? എക്സൈറ്റേഷൻ നടക്കും. അപ്പൊ എക്സൈറ്റേഷൻ നടന്നു കഴിയുമ്പോൾ 1, 2, 3, 4 അല്ലേ? ഇതല്ലേ വരെ ഹോമോ? Psi 3. ഇവിടെ ഹോമോ വരണത് ഇത് ഫോട്ടോകെമിക്കൽ അല്ലെ തെർമലില്. ശരിയല്ലേ? 4n+2 വരുമ്പോഴാ 4n+2 വരുമ്പോ 1, 2, 3, 4, 5, 6. അപ്പൊ Psi 1, Psi 2, Psi 3, Psi 4, Psi 5, Psi 6. അപ്പൊ അതില് 1, 2, 3, 4, 5, 6 തെർമൽ കണ്ടീഷൻ. ഫോട്ടോകെമിക്കൽ ആകുമ്പോൾ ഒരെണ്ണം എക്സൈറ്റേഷൻ നടക്കും അല്ലേ? അപ്പൊ ഇത് ഹോമോ. തെർമൽ കണ്ടീഷനിൽ ഇത് ഹോമോ. ഫോട്ടോകെമിക്കൽ ആകുമ്പോൾ 1, 2, 3, 4, 5, 6. ഇവിടെ 2 എണ്ണം, ഇവിടെ 2 എണ്ണം, ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. സോ ദിസ് വിൽ ബി ഹോമോ അല്ലേ? നമ്മൾ മനസ്സിൽ വേണം കേട്ടോ, എന്നാലും പെട്ടെന്ന് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഓർമ്മയിൽ വെക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഉത്തരായില്ലേ? അപ്പൊ എന്താ വരാ? ഡിസ്റൊട്ടേറ്ററി തന്നെ ആയിരിക്കണം. അപ്പൊ ഡിസ്റൊട്ടേറ്ററി ഇൻ ഫോട്ടോകെമിക്കലും ഡിസ്റൊട്ടേറ്ററി ഇൻ തെർമലും. ഓപ്ഷൻ ഡി അല്ലേ? ഇനി നമുക്ക് ആ ഡിസ്റൊട്ടേറ്ററി എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ ഉത്തരായില്ലേ? ഇത്രക്കൊക്കെ പോണോ? അതായത് സെലക്ഷൻ റൂൾ അനുസരിച്ചിട്ട് ഡിസ്റൊട്ടേറ്ററി വരൂ അല്ലേ? ഏത് സിസ്റ്റം വേണമെങ്കിൽ ആയിക്കോട്ടെ, അത് 4n ആയിക്കോട്ടെ, 4n+2 ആയിക്കോട്ടെ, സെലക്ഷൻ റൂൾ അനുസരിച്ചിട്ട് എന്താ വരുള്ളൂ? നമുക്ക് ഇവിടെ ഓപ്പോസിറ്റ് ആണ്. ദിസ് ഈസ് ഓപ്പോസിറ്റ് ആൻഡ് ദിസ് ഈസ് സിസ്. അപ്പൊ ഉറപ്പായിട്ട് ഇവിടെ എന്ത് വരണം? ഇവിടെ ഡിസ് തന്നെ വരണം. വേറെ ഒന്ന് ദിസ് വന്നാലേ ആ സൈക്ലൈസേഷൻ സിസിലോട്ട് വരത്തുള്ളൂ. അപ്പൊ അതിന് ഉത്തരായില്ലേ? ഏത് കണ്ടീഷനിലായാലും റെസ്പെക്റ്റീവ് ഓഫ് ദ കണ്ടീഷൻ, വെദർ ഇറ്റ് ഈസ് ഫോട്ടോകെമിക്കൽ ഓർ വെദർ ഇറ്റ് ഈസ് തെർമൽ, അതെന്ത് റൊട്ടേറ്ററി ആയിരിക്കണം? ഡിസ്റൊട്ടേറ്ററി ആയിരിക്കണം. ഇങ്ങോട്ട് പോണമെന്നില്ല. ഓക്കെ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ തന്നെ ചെയ്യേ. ഇത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞുതരാം. സമയം എടുത്ത് ചെയ്ത് 5 മിനിറ്റ് ഒക്കെ പോരെ? 5 മിനിറ്റ് ഒന്നും വേണ്ട. ആലും ഓക്കെ, കഴിയുമ്പോ പറഞ്ഞാൽ മതി. നോക്കാം. കണ്ടീഷൻ എ ടു ബി. ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? ഓക്കെ, സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ നോക്കുക. സെലക്ഷൻ റൂൾ എഴുതി വെക്കുക. എന്താ? ഓപ്പോസിറ്റ് ഡിസ്റൊട്ടേറ്ററി സിസ്, ഓപ്പോസിറ്റ് കോൺറൊട്ടേറ്ററി ട്രാൻസ്, സെയിം ഡിസ്റൊട്ടേറ്ററി ട്രാൻസ്, സെയിം കോൺറൊട്ടേറ്ററി സിസ്. ഓക്കെ, തെറ്റിക്കണ്ട. ഓക്കെ,
എല്ലാവരും സി ആണ് പറയണേ. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. ദിസ് ഈസ് സെഡ് ആൽക്കീൻ ആൻഡ് ദിസ് ഈസ് ഇ ആൽക്കീൻ. അപ്പോ നമ്മള് സെയിം ട്രാൻസ് ആണ് വരണേ. അപ്പൊ സെയിം ട്രാൻസ് എന്ന് പറയുമ്പോൾ അത് ഡിസ്റൊട്ടേറ്ററി ആയിരിക്കണം. സിസ്റ്റം 4n സിസ്റ്റം ആണ് അല്ലേ? 2, 4, 6, 8 4n സിസ്റ്റം ആണ്. സോ സിസ്റ്റം ഈസ് 4n സിസ്റ്റം. ഡിസ് എന്ന് പറയുമ്പോൾ ഓടായിരിക്കണം. അപ്പോൾ ഓഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 4n സിസ്റ്റം ആണ്. അപ്പോൾ 4n സിസ്റ്റം എന്ന് പറയുമ്പോൾ കണ്ടീഷൻ എന്തായിരിക്കും വരാം? ഫോട്ടോകെമിക്കൽ ആയിരിക്കും അല്ലേ? Psi5 അല്ല വരാ, ഫോട്ടോകെമിക്കൽ ആയിരിക്കും. അപ്പോൾ എ എച്ച് ന്യൂ ആണ്, എ എച്ച് ന്യൂ. ഓക്കെ, വാട്ട് അബൌട്ട് ബി? സോ സെഡ് സെഡ് സെഡ്, ദാറ്റ് മീൻസ് അഗെയിൻസ്റ്റ് സോറി, ഇനി നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യണത് ഓപ്പോസിറ്റ് നിന്നാണ്. അത് സിസ് ആണ്, ജംഗ്ഷൻ സിസ് ആണ്. അപ്പോ ഇവിടെ എന്ത് റൊട്ടേറ്ററി വരണം? ഡിസ്റൊട്ടേറ്ററി വരണം. ഇപ്പൊ ഡിസ്റൊട്ടേറ്ററി വരണം. ഡിസ്റൊട്ടേറ്ററി എന്ന് പറയുമ്പോൾ ഓടായിരിക്കണം ഓർബിറ്റല്. ദാറ്റ് മീൻസ് Psi3 ആയിരിക്കും വരാ, 4n+2 ആയതുകൊണ്ട്. സിസ്റ്റം 4n+2 ആണ്. അപ്പൊ കണ്ടീഷൻ എന്തായിരിക്കും? തെർമൽ ആയിരിക്കും. സോ ആൻസർ ഈസ് തെർമൽ. ഒരു മിനിറ്റ്, ഡിസ്റൊട്ടേറ്ററി അല്ലേ വരാ? സി വന്ന് ബി അല്ലേ വരാ? ഓക്കെ, ചെക്ക് ചെയ്തൊന്ന്. എനിക്ക് തെറ്റിയാ? എനിക്ക് തലവേദന എടുക്കണ കാരണേ. ഓപ്പോസിറ്റ് സിസ് അല്ല വന്ന ജംഗ്ഷൻ. അപ്പോ സിസ് വരുമ്പോ ഡിസ് അല്ലേ? ഡിസ് എന്ന് പറയുമ്പോ ഓഡ് നമ്പർ വരണം. അപ്പൊ അത് സിസ്റ്റം നോക്കുക, 4n+2 ആണ്. അപ്പൊ തെർമൽ കണ്ടീഷൻ Psi3 ശരിയാണല്ലോ, ബി ആണല്ലോ. ഓക്കെ, നെക്സ്റ്റ് വൺ റിപ്പീറ്റ് ആണ്, പക്ഷെ പരീക്ഷയ്ക്ക് ചോദിച്ചതായതുകൊണ്ട്. നോക്കിയേ, the number of pi electrons participating and the pericyclic mode. വേഗം ചെയ്തേ നോക്കട്ടെ. നമ്മൾ ചെയ്തതല്ലേ ഇത് ഫസ്റ്റ്? റിവിഷൻ പോലെ വരണതല്ലേ? ഇതിന്റെ മുകളിൽ കിടക്കണ്ടല്ലേ? ഇല്ല. ഓക്കെ, എവിടെ ചെയ്ത പോലെ തോന്നുന്നു. എല്ലാവർക്കും കിട്ടിയോ? ഡി കിട്ടിയോ? ഡി കിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The major product formed by the photochemical reaction of 2E4Z 6E decatriene. 2E4Z 6E decatriene. 2E4Z 6E decatriene. ഓക്കെ, അപ്പോ 3 ഡബിൾ ബോണ്ട് കോൺജുഗേറ്റഡ് ആയിട്ടുണ്ട്.
അതിലെ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം അവന്മാരെ പിടിക്കാം. ദാറ്റ് മീൻസ് ദേ നടുവിലത്തെ ഡബിൾ ബോണ്ട് സെഡ് ആണ് 4, ഇത് രണ്ടും ഇ ആണ്. ഡെക്കാ ട്രൈൻ ആണ്. അപ്പോ ജസ്റ്റ് ഒന്ന് വരയ്ക്കുക. നമ്മള് നോക്കിയേ 1 2 3 4 5 6 7 8 9 10 ഇതാണ് ആള്. സോ ദിസ് ഈസ് ഇ ആൽക്കീൻ, ദിസ് ഈസ് സെഡ് ആൽക്കീൻ, ദിസ് ഈസ് ഇ ആൽക്കീൻ. അപ്പൊ ഇത് ഏത് കണ്ടീഷനാണ്? ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻ. ലൈറ്റ് വെച്ച് ഇറേഡിയേറ്റ് ചെയ്തു. സോ വാട്ട് വിൽ ബി ദ പ്രൊഡക്റ്റ്? ചെയ്യോ? സെയിം അല്ലേ? സിമ്പിൾ അല്ലേ? ചെയ്തേ. ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? സൈക്ലൈസ് ഒന്നും ചെയ്യിപ്പിക്കേണ്ട, നമ്മളെ സെലക്ഷൻ റൂൾ അപ്ലൈ ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ സമയം. എളുപ്പല്ലേ? ഇ എൽ ഓപ്പോസിറ്റ് അല്ലേ? ഓപ്പോസിറ്റ് ആണ്. കണ്ടീഷൻ ഫോട്ടോ കെമിക്കൽ ആണ്. നമ്മുടെ സിസ്റ്റം 4n+2 ആണ്. അപ്പൊ ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻ ഓപ്പോസിറ്റ്. അപ്പൊ ഓപ്പോസിറ്റ് ഡിസ്റൊട്ടേറ്ററി സിസ്, ഓപ്പോസിറ്റ് കോൺറൊട്ടേറ്ററി ട്രാൻസ്, സെയിം ഡിസ്റൊട്ടേറ്ററി ട്രാൻസ്, സെയിം കോൺറൊട്ടേറ്ററി സിസ്. അപ്പോ ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻ 4n+2. അപ്പൊ ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻ ആകുമ്പോൾ സൈ 4 ആയിരിക്കും വരിക. സൈ 4 എന്ന് പറയുന്നത് E1 ആണ് അല്ലേ? സോ E1 എന്ന് പറയുമ്പോൾ കോൺറൊട്ടേറ്ററി ആണ്. ഓപ്പോസിറ്റ് കോൺറൊട്ടേറ്ററി ട്രാൻസ് ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ എ. അത്രയുള്ളൂ. അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചെയ്തേ. The following transformation proceeds through 2 consecutive electrocyclic processes. ഏതാണെന്ന്? രണ്ട് ഇലക്ട്രോസൈക്ലിക് പ്രോസസ്സ് കൂടെയാണ് റിയാക്ഷൻ പോകുന്നത് കേട്ടോ. ഒരു ഏരെ അവർ ഇട്ടിട്ടുള്ളൂ, പക്ഷെ രണ്ട് ഇലക്ട്രോസൈക്ലിക് പ്രോസസ്സ് കൂടെയാണ് റിയാക്ഷൻ പോകുന്നത്. തെർമൽ കണ്ടീഷൻ ആണ് രണ്ടും. കണ്ടീഷൻ തെർമൽ ആണ്, പക്ഷെ രണ്ട് ഇലക്ട്രോസൈക്ലിക് പ്രോസസ്സ് കൂടെയാണ് പോകുന്നത്. സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ഒരു 4 മെമ്പേർഡ് റിംഗ് ഉണ്ട്, പക്ഷെ പ്രൊഡക്റ്റില് 4 മെമ്പേർഡ് റിംഗ് ഇല്ല. ദാറ്റ് മീൻസ് ആ 4 മെമ്പേർഡ് റിംഗ് ഓപ്പൺ ആകുന്നുണ്ട്. ദാറ്റ് മീൻസ് ഓപ്പണിംഗ് ആണ്. ഒരെണ്ണം ഇലക്ട്രോസൈക്ലിക് ഓപ്പണിംഗും ഒരെണ്ണം ഇലക്ട്രോസൈക്ലിക് ക്ലോഷറും ആണ് നടക്കുന്നത്. അതാണ് സംഗതി. അപ്പൊ നമ്മൾ ആ ഡബിൾ ബോണ്ടിന്റെ പൊസിഷൻ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടിയും എളുപ്പമായിരിക്കും. ദേ ഇങ്ങനെ ഇടുക. ഓക്കെ, ആ ഡബിൾ ബോണ്ടിനെ അല്ലേ? ആ ഡബിൾ ബോണ്ട് കോമൺ അല്ലേ? ആ ഡബിൾ ബോണ്ടിന് ഇവിടേക്ക് ഇടുക. അപ്പൊ ഇലക്ട്രോസൈക്ലിക് റിംഗ് ഓപ്പണിംഗ് നടത്താം അല്ലേ? സോ ഇവനിങ്ങോട്ട് ഇവനിങ്ങോട്ട്. അപ്പൊ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഓപ്പണിംഗ് നടക്കും. സോ ഡബിൾ ബോണ്ട് ദെൻ ഇവിടെ ഡബിൾ ബോണ്ട് വന്നു, ദെൻ സിംഗിൾ ബോണ്ട്, ദെൻ അഗെയിൻ ഡബിൾ ബോണ്ട്, ദെൻ ഇവിടെ ഒരു ഡബിൾ ബോണ്ട് വന്നു. അപ്പൊ ഇത് തെർമൽ കണ്ടീഷൻ ആണ്. തെർമൽ കണ്ടീഷൻ ആണ്. ദെൻ ഏത് സിസ്റ്റം ആണ്? 4n സിസ്റ്റം ആണ്. ദെൻ റൊട്ടേറ്റർ ഏതാണ് വരിക? തെർമൽ അല്ലേ? അപ്പൊ തെർമൽ ആവുമ്പോ സൈ 2 അല്ലേ? സൈ 2 എന്ന് പറയുമ്പോ E1 അല്ലേ? E1 എന്ന് പറയുമ്പോ കോൺറൊട്ടേറ്ററി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഓപ്ഷൻ
ബി കട്ട് ചെയ്യാം, ഓപ്ഷൻ ഡി കട്ട് ചെയ്യാം. അടുത്തത് ഫോട്ടോ കെമിക്കൽ ആണ് അല്ലേ, സൈക്ലൈസേഷൻ. അപ്പൊ എന്തായിരിക്കും വരാൻ നോക്കിയേ ആൻസർ? എ ആണോ സി ആണോ? സി അല്ല കിട്ടാ. അഗൈൻ ഇത് 4n+2 സിസ്റ്റം. ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട് തെർമല്. സിസ്റ്റം എന്താ? 4n+2 സിസ്റ്റം ആണ്. അപ്പൊ 4n+2 സിസ്റ്റത്തിലെ തെർമൽ കണ്ടീഷനിലെ psi 3 ആണ്. സോ ദാറ്റ് മീൻസ് ഓഡ് ആണ്, ഡിസ്റൊട്ടേറ്ററി ആണ്. ദാറ്റ് മീൻസ് ഓപ്ഷൻ അറിയുള്ളൂ, സൈക്ലൈസ് ചെയ്യാം. ഓക്കെ അല്ലേ? ഡയറക്റ്റ് ചോദ്യങ്ങളല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. According to FMO, the highest occupied molecular orbital of hexatriene. Highest occupied molecular orbital of hexatriene. അവരിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഞാനത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും ആയിട്ടാ. ഫോട്ടോ കെമിക്കൽ കണ്ടീഷനിലാണ് വേണ്ടത്. ഫോട്ടോ കെമിക്കൽ കണ്ടീഷൻ. അപ്പൊ ഏതാ വരെ ഫോട്ടോ കെമിക്കൽ കണ്ടീഷനിലെ? psi 1, psi 2, psi 3, psi 4 അല്ലേ വരാ? psi 4. psi 4 എന്ന് പറയുന്നത് എന്താ? psi 4 എന്ന് പറയുന്നത് E1 ആണ്. E1 എന്ന് പറയുമ്പോ എന്ത് വരണം? കോൺഡിസ് ഒന്നും അവിടെ ആവശ്യമില്ല, E1 ആണ്. E1 എന്ന് പറയുമ്പോ നമ്മുടെ ഈ ലോബ്സ് എങ്ങനെ വരണം? ഇവിടെ പ്ലസ് വരാണെങ്കിൽ ഇവിടെ മൈനസ് വരണം. അങ്ങനെയല്ലേ വരണ്ടേ? അല്ലേ? E1 ഓഡിൽ എങ്ങനെ വരാം? ടെർമിനൽ ലോബ്സ് എങ്ങനെ വരാം ഓഡില്? പിന്നെ അത് മാത്രല്ല 3 നോഡും വേണം. ഓക്കെ അല്ലേ? psi 4 ആണ്. അപ്പൊ psi 4 എന്ന് പറയുമ്പോൾ 3 നോഡ്സ് വേണം. അത് മാത്രല്ല ടെർമിനൽ ലോബ്സ് ഓപ്പോസിറ്റും ആയിരിക്കണം. അങ്ങനെ വരേണ്ടത് ഓപ്ഷൻ ഡി അല്ലേ? നമുക്കറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. ഓപ്ഷൻ ഡി നോക്കിയേ. ഓക്കെ, സിമ്പിൾ ചോദ്യല്ലേ? പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അടുത്ത ചോദ്യം. ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? In the following transformation, the mode of electrocyclization A and the major product B. ഓക്കെ, ആദ്യത്തെ പറയും. ഫസ്റ്റത്തെ ഏതാണെന്ന് പറയും. റിപ്പീറ്റ് ആണ്, പല ക്വസ്റ്റ്യനിൽ വന്നതാണ്. എന്നാലും
നമുക്ക് ഏത് ഓപ്ഷൻസ് ഒക്കെ എടുക്കാൻ പറ്റും? ഇത് സെഡ്, 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 തെർമല്, സിസ്. അപ്പൊ ഓപ്പോസിറ്റ് ഡിസ്റൊട്ടേറ്ററി സിസ്, ഓപ്പോസിറ്റ് കോൺറൊട്ടേറ്ററി ട്രാൻസ്, ഓപ്പോസിറ്റ് സെയിം ഡിസ്റൊട്ടേറ്ററി ട്രാൻസ്, സെയിം കോൺറൊട്ടേറ്ററി സിസ്. അപ്പൊ ഓപ്പോസിറ്റും സിസും ആണ്. ഓപ്പോസിറ്റും സിസും ആണ്. അപ്പൊ ഓപ്പോസിറ്റ് സിസ് എന്ന് പറയുമ്പോൾ ഡിസ്റൊട്ടേറ്ററി ഇവിടെ വരണം. കണ്ടീഷൻ അവർ പറഞ്ഞിട്ടുണ്ട് തെർമൽ ആണെന്നുള്ളത്. 4n+2 സിസ്റ്റം ആയിരിക്കും. നമുക്ക് നോക്കാം. കണ്ടീഷൻ തെർമൽ ആണ്, ഡിസ്റൊട്ടേറ്ററി ആണ്. അപ്പോ ഡിസ് എന്ന് പറയുമ്പോൾ എന്ത് വരണം? ഓഡ് വരണം. അപ്പൊ ഏതാ വരാൻ നോക്കിയേ? ഓപ്ഷൻ എ കട്ട് ചെയ്തൂടെ? ഓപ്ഷൻ സി കട്ട് ചെയ്തൂടെ? 4n+2 സിസ്റ്റം ഡിസ്. ഓപ്ഷൻ ഡിയും കട്ട് ചെയ്യാം. ഉത്തരായില്ലേ? ഓക്കെ അല്ലേ? ഇതൊക്കെ ലക്കാണ് അങ്ങനെ വരണത്. പെരിസൈക്ലിക്ക് തന്നെ ആദ്യത്തെ തന്നെ ഉത്തരം കിട്ടുക എന്നുള്ളത്. നോക്കിയല്ലേ? നോക്കിയേ. ഓക്കെ, ഇനി രണ്ടാമത്തെ റിയാക്ഷൻ നോക്കട്ടെ. രണ്ടാമത്തെ റിയാക്ഷൻ എന്താ സംഭവിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആക്ച്വലി ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ഇവിടെ മിസ്സായി പോയതാണ്. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. ആ ഡബിൾ ബോണ്ട് അവിടെ ഉണ്ട്. രണ്ടാമത് ഓസ്മിയം ടെട്രോക്സൈഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് ഈ ഓസ്മിയം ടെട്രോക്സൈഡ് ചെയ്യണമെന്ന് അറിയോ? ഹൈഡ്രോസിസ് ഹൈഡ്രോക്സിലേഷൻ ആണ്. എന്താണ്? സിസ് ഹൈഡ്രോക്സിലേഷൻ. അതായത് ഒരു സി ഡബിൾ ബോണ്ട് സിയിലോട്ട് നമ്മൾ ഈ ഓസ്മിയം ടെട്രോക്സൈഡ് ആഡ് ചെയ്താല്, OSO4 ആഡ് ചെയ്താല് ഈ ഡബിൾ ബോണ്ടിലോട്ട് 2 OH ഗ്രൂപ്പ് വരും, സിസ് ആയിട്ട് വരും. സ്റ്റെറിക്കലി ഫ്രീ സൈഡ് കൂടെയാണ് വരിക. അത്രേ ഉള്ളൂ. സ്റ്റെറിക്കലി ഫ്രീ സൈഡ്. സ്റ്റെറിക്കലി ഫ്രീ സൈഡ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, 2 OH ഗ്രൂപ്പ് ടോപ്പ് ഫേസിൽ വരുന്നതാണോ സ്റ്റെറിക്കലി ഫ്രീ സൈഡ്? 2 OH ഗ്രൂപ്പ് ബോട്ടം ഫേസിൽ വരുന്നതാണോ സ്റ്റെറിക്കലി ഫ്രീ സൈഡ്? അവിടുത്തെ ഹൈഡ്രജന്റെ സ്റ്റീരിയോ കെമിസ്ട്രി നോക്കുക. ഹൈഡ്രജൻ കിടക്കണത് എവിടെയാ? ടോപ്പ് ഫേസിലല്ലേ? നോക്കിയേ, ബിയിൽ കിടക്കണത് നോക്കിയേ. ഹൈഡ്രജൻ കിടക്കണത് എവിടെയാ? ടോപ്പ് ഫേസിൽ അല്ലേ? ടോപ്പ് ഫേസിൽ കിടക്കുമ്പോ ഹൈഡ്രജൻ എന്ന് പറയുന്നതിന്റെ സൈസ് വളരെ കുറവാണ് ആ സമയം. അപ്പോ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത് എന്താ? റിങ് അപ്പൊ ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോ OH ഹൈഡ്രജന്റെ ഓറിയന്റേഷനിലായിരിക്കും വരിക. അതുകൊണ്ടാണ് 2 ഹൈഡ്രജൻ എവിടെ വന്ന് കിടന്നത്? ടോപ്പ് ഫേസിൽ വന്ന് കിടന്നത്. ക്ലിയർ ആണോ? ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? ഹൈഡ്രജന്റെ സ്റ്റീരിയോ കെമിസ്ട്രി നോക്കേണ്ടി വരുന്നു. കണ്ടോ? ഹൈഡ്രജൻ അതനുസരിച്ചിട്ടാണ് OH വരിക. കാരണം OH എങ്ങനെ വരണം? സ്റ്റെറിക്കലി ഫ്രീ സൈഡിൽ വരണം. അതുകൊണ്ടാണ് ഇത് വരാത്തത് കേട്ടോ. പക്ഷെ നമുക്കിവിടെ പെരിസൈക്ലിക്ക് വെച്ച് തന്നെ ഉത്തരത്തിലോട്ട് വന്നു. സോ അടുത്ത ചോദ്യം. ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കാണുന്നുണ്ടോ? The major product formed in the following reaction is. ഇതാണ് ചോദ്യം. അപ്പൊ ഈ ചോദ്യത്തില് നമുക്ക് ആൽക്കീൻ നോക്കുമ്പോൾ Z, 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 Z ആൻഡ് കണ്ടീഷൻ തെർമൽ ആണ്. അപ്പൊ നമ്മുടെ സെലക്ഷൻ റൂൾ ഓപ്പോസിറ്റ് ഡിസ്റൊട്ടേറ്ററി സിസ്, ഓപ്പോസിറ്റ് കോൺറൊട്ടേറ്ററി ട്രാൻസ്, സെയിം ഡിസ്റൊട്ടേറ്ററി ട്രാൻസ്, സെയിം കോൺറൊട്ടേറ്ററി സിസ്. ദിസ് ഈസ് ദ സെലക്ഷൻ റൂള്. അപ്പൊ ഇതില് നമ്മൾ നോക്കുന്ന സമയത്ത്, സിസ്റ്റം നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ സൈക്ലൈസേഷൻ ഒന്ന് ആ 4 ഡബിൾ ബോണ്ട് ഒരുമിച്ച് സൈക്ലൈസ് ചെയ്തിട്ട്, അതായത് 4n സിസ്റ്റം ആണെങ്കിൽ ഇതായിരിക്കും വരിക. 4n സിസ്റ്റം ആണെങ്കിൽ 4n+2 സിസ്റ്റം ആണെങ്കിൽ ഇതായിരിക്കും വരിക. സോ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞ സ്പേഷ്യലി ക്ലോസർ ആയിട്ട് നിൽക്കുന്നത് ഈ 2 പേരാണ് അല്ലേ? നോക്കിയേ,
അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് കാർബൺ ആറ്റംസ് സൈക്ലൈസ് ചെയ്ത് വരാണെങ്കിൽ അത് ഫോറിൻ സിസ്റ്റത്തിലോട്ടാണ് വരിക. അപ്പൊ അങ്ങനെ ഫോറിൻ സിസ്റ്റം നമ്മൾ സെലക്ഷൻ റൂൾ നോക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ദെൻ തെർമൽ കണ്ടീഷൻ ആണ്. അപ്പൊ ഫോറിൻ സിസ്റ്റത്തിൽ വരുന്ന സമയത്ത് തെർമൽ കണ്ടീഷൻ വരുന്ന സമയത്ത് E1 ആണ് വരിക. P1 വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് E1 എന്ന് പറയുമ്പോൾ കോൺട്രോട്ടേറ്ററി ആണ്. അപ്പൊ ഓപ്പോസിറ്റ് കോൺട്രോട്ടേറ്ററി വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഉത്തരം എന്ത് വരണം? ട്രാൻസ് വരണം. ശരിയല്ലേ? ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണോ? അതായത് ഇതൊരു ഫോറിൻ സിസ്റ്റം ആണെങ്കിൽ ഫോറിൻ സിസ്റ്റത്തിനാണ് സാധ്യത അല്ലെ? ഞാൻ പറഞ്ഞിരുന്നു സ്പേഷ്യലി ക്ലോസർ ആയിട്ട്. അപ്പൊ അങ്ങനെ വരാണെങ്കിൽ അത് തെർമൽ കണ്ടീഷൻ ആണ് അവർ തന്നിരിക്കുന്നത്. അപ്പൊ E1 ആണ്, കോൺട്രോട്ടേറ്ററി ആണ്. അപ്പൊ ട്രാൻസ് വരണം. ദാറ്റ് മീൻസ് നമ്മുടെ റിംഗ് എന്ന് പറയുന്നത് ഒരു 8 മെമ്പേർഡ് റിംഗും ഒരു 3 മെമ്പേർഡ് റിംഗും ആണ് വരുന്നത്. ആ റിംഗ് ജംഗ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെ വരണം? ട്രാൻസ് വരണം. ഇത് പോസിബിൾ അല്ല, ഒരിക്കലും പോസിബിൾ അല്ല. ദിസ് ഈസ് നോട്ട് പോസിബിൾ. ഒരിക്കലും ഇങ്ങനെ ഫോം ചെയ്യില്ല. പറ്റുമോ? ഒരു 8 മെമ്പേർഡ് റിംഗും ഒരു 3 മെമ്പേർഡ് റിംഗും ട്രാൻസിൽ നിൽക്കാന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും കട്ട് ചെയ്യാം. സോ കോമ്പറ്റീഷൻ ഈസ് ബിറ്റ്വീൻ ഓപ്ഷൻ എ ആൻഡ് ഓപ്ഷൻ ബി. സോ സിസ്റ്റം മാറി. സിസ്റ്റം എന്തായി? ഓപ്പോസിറ്റ് 4n+2 സിസ്റ്റം ആയിട്ട് മാറി. തെർമൽ കണ്ടീഷൻ ആണ്. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഓഡ് ആയിരിക്കും. ഓഡ് എന്ന് പറയുമ്പോൾ ഡിസ് ആയിരിക്കും. ഡിസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓപ്പോസിറ്റ് ഡിസ് റൊട്ടേറ്ററി സിസ് ആയിരിക്കും. സോ ആൻസർ വിൽ ബി ഓപ്ഷൻ എ. ഓക്കെ. ഈ റിംഗ് ജംഗ്ഷൻ ട്രാൻസ് സ്റ്റേബിൾ ആയിട്ട് വരുന്നത് എവിടെ നിന്ന് തൊട്ടാ? 6 തൊട്ടാ സ്റ്റേബിൾ ആയിട്ട് വരണം കേട്ടോ. ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ, റിംഗ് ജംഗ്ഷന്റെ കേസ് ഒക്കെ. ഓക്കെ. അപ്പോ എങ്ങനെയുണ്ട് ഇലക്ട്രോസൈക്ലിക്കിന്റെ പ്രോബ്ലംസ്? ശരിക്കും നിങ്ങൾ ക്ലാസ്, ഞാൻ പറഞ്ഞ റെക്കോർഡ് ക്ലാസ് മിഥുൻ സാറ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഇനി കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് നാളെ കേട്ടിരുന്നു കാണുക കേട്ടോ. ഇലക്ട്രോസൈക്കിൾ കുറച്ച് ഒരു എന്താ പറയാ 1.5 സ്പീഡിലിട്ട് കണ്ടാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇലക്ട്രോസൈക്കിളിക്ക് കണ്ടു കഴിഞ്ഞാൽ ഡീൽ സാൾഡർ കാണുക കേട്ടോ. ഡീൽ സാൾഡർ ചോദിക്കും അവര്. അപ്പൊ നമുക്ക് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇലക്ട്രോസൈക്ലിക്കിന്റെ ബാക്കിയുള്ളതും ഡീൽ സാൾഡറിന്റെ പ്രോബ്ലംസും കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. ക്ലാസ് കണ്ടിട്ട് വരുന്നവർക്ക് വളരെ ഈസി ആയിരിക്കും, എനിക്ക് തോന്നണം. വളരെ വളരെ ഈസി ആയിരിക്കും. ഒന്നുമില്ല ശരിക്കും പറഞ്ഞേ പെരിസൈക്ലിക്കിന്റെ പ്രോബ്ലംസുകൾ. പക്ഷെ നമ്മൾ തുടക്കത്തിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം, അതൊന്ന് ട്രാക്കിലാവാൻ വേണ്ടിയിട്ട്. പിന്നെ ട്രാക്കിലായി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. എനിക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഇന്നത്തെ ഡിസ്കഷനിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. നമുക്ക് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു കേട്ടോ.